നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. നഗരത്തിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ ഞാറ്റുവേല ചന്തയും കർഷക സദസ്സും സംഘടിപ്പിച്ചു. ആലപ്പുഴ ടി വി സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ ഉദ്ഘാടനം ചെയ്തു. സംഘടനകളുമായി ചർച്ച ചെയ്യാതെ അടിച്ചേൽപ്പിച്ച അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടറും ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കിയ തീരുമാനവും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ ശവക്കോട്ടപ്പാലം മുതൽ ബാപ്പു വൈദ്യർ ജംഗ്ഷൻ വരെ കനാൽക്കരയിൽ അപകടാവസ്ഥയിലുണ്ടായിരുന്ന വൃക്ഷങ്ങൾ മുറിച്ചു നീക്കി. ആലപ്പുഴ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് കനാലിന്റെ വടക്കേക്കരയിൽ KCB റെയിലിലേക്കും റോഡിലേക്കും ചാഞ്ഞു നിന്ന വൃക്ഷങ്ങൾ മുറിച്ചു നീക്കിയത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആലപ്പുഴയിലെ കനാലുകൾ ഇത്തവണ കളർഫുൾ ആകും. ഇതിനായി കനാലുകൾ വൃത്തിയാക്കി ദീപാലങ്കാരങ്ങൾ ഒരുക്കും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വള്ളംകളി പബ്ലിസിറ്റി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രചാരണത്തിന്റെ ഭാഗമായി ഇത്തവണ ഡബിൾ ഡെക്കർ ബസ്സും ആലപ്പുഴയിലെത്തും. പക്ഷിപ്പനി വ്യാപനത്തെ സംബന്ധിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ജില്ലയുടെ വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തി. ചേർത്തലയിലെ വിവിധ പ്രദേശങ്ങളിലാണ് സംഘം ആദ്യ സന്ദർശനം നടത്തിയത്. പട്ടികജാതി വിദ്യാർത്ഥികൾക്കായുള്ള ലാപ്ടോപ്പിന്റെ വിതരണം നടത്തി. ആലപ്പുഴ നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയത്. നഗരസഭാ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. നഗരത്തിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ ഞാറ്റുവേല ചന്തയും കർഷക സദസ്സും സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ ഞാറ്റുവേല ചന്തയും കർഷക സദസ്സും സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ ഉദ്ഘാടനം ചെയ്തു. തിരുവാതിരയോട് അനുബന്ധിച്ചാണ് ഈ ഞാറ്റുവേല തുടങ്ങുന്നത്. ആ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ വിവിധങ്ങളായ പച്ചക്കറി വിത്തുകളും അതോടൊപ്പം തന്നെ പച്ചക്കറി തൈകളും വാഴ വിത്തുകളും അടക്കം ഇവിടെ വരുന്നവർക്ക് സൗജന്യമായി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇന്ന് നടത്തി വരുന്നത്. നമുക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷം കലർന്ന പച്ചക്കറികളും അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങളുമാണ്. ഇങ്ങേയറ്റം മീൻ പോലും വിഷം കലർന്നു വരുന്ന സാഹചര്യത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും അത്തരം വിഭവങ്ങൾ വാങ്ങി കഴിക്കുകയും എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൃഷിഭവനുമായി ചേർന്നുകൊണ്ട് പച്ചക്കറി വിത്തുകളും തൈകളുമൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന, കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നഗരത്തിലെ കർഷകർക്കായി നിരവധി പദ്ധതികളാണ് ആലപ്പുഴ നഗരസഭ നടപ്പാക്കുന്നതെന്ന് കെ ജയമ്മ അഭിപ്രായപ്പെട്ടു. നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ MG സതീദേവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ മുഖ്യ പ്രഭാഷണം നടത്തി. നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, കൗൺസിലർമാരായ B മെഹബൂബ്, ക്ലാരമ്മ പീറ്റർ, B നസീർ, G ശ്രീലേഖ, സലീം മുല്ലാത്ത്, മനീഷ സജിൻ, കൃഷി ഫീൽഡ് ഓഫീസർ സീതാരാമൻ, ജില്ലാ വ്യവസായ ഓഫീസ് പ്രതിനിധി രോഹിൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. യോഗത്തെ തുടർന്ന് തെങ്ങിൻ തൈ, പച്ചക്കറി തൈകൾ, വാഴവിത്ത് എന്നിവയുടെ വിതരണവും പച്ചക്കറി വളങ്ങൾ, മറ്റ് കൃഷി സാമഗ്രികളുടെ വിപണനവും നടത്തി. സംഘടനകളുമായി ചർച്ച ചെയ്യാതെ അടിച്ചേൽപ്പിച്ച അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടറും ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസങ്ങളാക്കിയ തീരുമാനവും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകരുടെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചട്ടം കാട്ടി ഞങ്ങളുടെ നേരെ സംഘടനകളുമായി ചർച്ച ചെയ്യാതെ അടിച്ചേൽപ്പിച്ച അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടറും ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കിയ തീരുമാനവും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകരുടെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.
നേരത്തെ ആലപ്പുഴ ഭട്ടതിരിപ്പുരയിടത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ KPSTA സംസ്ഥാന ഉപാധ്യക്ഷൻ B. ബിജു ഉദ്ഘാടനം ചെയ്തു. ചിന്തിച്ചു നോക്കണം. എന്തോ ഒരു വാറോലയുടെ പേരില് ഒരു ഓലപ്പാമ്പ്, ഒരു കടലാസിന്റെ വില പോലും ഇല്ലാത്ത ഒരു വാറോല ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. ആരാണത് ഇറക്കിയത്? DG ഇറക്കിയിട്ടുണ്ട്. ആ വാറോലയുടെ പേരില് അധ്യാപകരെ ഏതാണ്ടെങ്കിൽ ചെയ്തു കളയും, അല്ലെങ്കിൽ അതിനുള്ള അധികാരം താഴെ തട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകരെ ഭീഷണിപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ അതിന് വഴങ്ങുന്നവരല്ല KPSTA. ഇതിനേക്കാളും വലിയ ഭീഷണി ഞങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ ക്ലസ്റ്റർ സമരവുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഉൾപ്പെടെ പലരെയും ഈ കേരളത്തിലെ KPSTA നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങൾ പതറിയിട്ടില്ല. സമരത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുമെന്ന ഭീഷണിയെ തള്ളിക്കളയുന്നുവെന്നും ക്ലസ്റ്റർ ബഹിഷ്കരിച്ചവർക്ക് സംഘടന ശക്തമായ പിന്തുണ നൽകുമെന്നും ശനിയാഴ്ച പ്രവൃത്തി ദിനമെന്നത് പിൻവലിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും B. ബിജു അഭിപ്രായപ്പെട്ടു. KPSTA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KN അശോക് കുമാർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോൺ ബോസ്കോ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ER ഉദയകുമാർ സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KD അജിമോൻ, K. രഘുകുമാർ, മിനി മാത്യു, ബിനോയ് വർഗീസ്, സോണി പവേലിൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V. ശ്രീഹരി, VR ജോഷി, ജോൺ ബ്രിട്ടോ, B. രാധാകൃഷ്ണൻ, സംസ്ഥാന കൗൺസിലർമാരായ ഷെർലി തോമസ്, TJ കൃഷ്ണകുമാർ, T. തനുജ, പ്രകാശ് തോമസ്, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച നടത്തിയ ക്ലസ്റ്റർ ബഹിഷ്കരിച്ചാണ് അധ്യാപകർ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ആലപ്പുഴ ശവക്കോട്ടപ്പാലം മുതൽ ബാപ്പു വൈദ്യർ ജംഗ്ഷൻ വരെ കനാൽക്കരയിൽ അപകടാവസ്ഥയിലുണ്ടായിരുന്ന വൃക്ഷങ്ങൾ മുറിച്ചു നീക്കി. ആലപ്പുഴ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് കനാലിന്റെ വടക്കേക്കരയിൽ KCB ലൈനിലേക്കും റോഡിലേക്കും ചാഞ്ഞു നിന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റിയത്. ആലപ്പുഴ ശവക്കോട്ടപ്പാലം മുതൽ ബാപ്പു വൈദ്യർ ജംഗ്ഷൻ വരെ കനാൽക്കരയിൽ അപകടാവസ്ഥയിലുണ്ടായിരുന്ന വൃക്ഷങ്ങൾ മുറിച്ചു നീക്കി. ആലപ്പുഴ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് കനാലിന്റെ വടക്കേക്കരയിൽ KCB ലൈനുകളിലേക്കും റോഡിലേക്കും ചാഞ്ഞു നിന്ന വൃക്ഷങ്ങൾ മുറിച്ചു നീക്കിയത്. അപകടാവസ്ഥയിൽ നിന്നിരുന്ന ഈ വൃക്ഷങ്ങളെ സംബന്ധിച്ച് നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ PP ചിത്തരഞ്ജൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിലും ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റാനും തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത്. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, കൗൺസിലർ ഹെലൻ ഫെർണാണ്ടസ്, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, മറ്റ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ മരം മുറിക്കലിന് നേതൃത്വം നൽകി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആലപ്പുഴയിലെ കനാലുകൾ ഇത്തവണ കളർഫുൾ ആകും. ഇതിനായി കനാലുകൾ വൃത്തിയാക്കി ദീപാലങ്കാരങ്ങൾ ഒരുക്കും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വള്ളംകളി പബ്ലിസിറ്റി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പ്രചാരണത്തിന്റെ ഭാഗമായി ഈ വർഷം ഡബിൾ ഡെക്കർ ബസ്സും ആലപ്പുഴയിലേക്ക് എത്തും. ന്യൂസ് ചാനൽ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആലപ്പുഴയിലെ കനാലുകൾ ഇത്തവണ കളർഫുൾ ആകും. ഇതിനായി കനാലുകൾ വൃത്തിയാക്കി ദീപാലങ്കാരങ്ങൾ ഒരുക്കും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വള്ളംകളി പബ്ലിസിറ്റി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പ്രചാരണത്തിന്റെ ഭാഗമായി ഈ വർഷം ഡബിൾ ഡെക്കർ ബസ്സും ആലപ്പുഴയിലെത്തുമെന്നും കളക്ടർ പറഞ്ഞു. വള്ളംകളി കാണാൻ ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തുന്ന പ്ലാറ്റിനം കോർണറിൽ 25,000 രൂപയാണ് ഒരു കുടുംബത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് പവലിയനിലേക്ക് വരുന്നതും പോകുന്നതിനും പ്രത്യേക ബോട്ട് സൗകര്യമുണ്ടാകും. കൂടാതെ കുടിവെള്ളം, ഭക്ഷണം, ഇരിപ്പിടം എന്നിവ പ്രത്യേകം തിരിച്ചുറപ്പാക്കും. ഇവിടെ പോലീസ് നിരീക്ഷണവും ഉണ്ടാകും. ആലപ്പുഴ പ്രസ് ക്ലബ്ബുമായി ചേർന്ന് തുഴത്താളം ഫോട്ടോ പ്രദർശനവും സംഘടിപ്പിക്കും. ഇതിനുള്ള തുക കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. VIP പവലിയനിൽ മറ്റുള്ളവർ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിക്കും. ഇതിനായി SI തലത്തിൽ കുറയാത്ത പോലീസിന്റെ നിയന്ത്രണം കർശനമാക്കും. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള ഇരിപ്പിടവും മറ്റ് ക്രമീകരണങ്ങളും ഉറപ്പുവരുത്താനും മാധ്യമ പവലിയനിൽ സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിക്കാനും തീരുമാനമായിട്ടുണ്ട്. വള്ളംകളിയുടെ കൂടുതൽ പ്രചാരണത്തിനായി ഓട്ടോക്കാർക്ക് അവരുമായി ചർച്ച ചെയ്ത് ബാഡ്ജിംഗ് സിസ്റ്റം നൽകാൻ RTOയ്ക്ക് നിർദ്ദേശം നൽകും. പരമ്പരാഗത ഭക്ഷണം ലഭ്യമാക്കാൻ ഫുഡ് കോർട്ടും തയ്യാറാക്കും.
വിമാനത്താവളം, KSRTC എന്നിവിടങ്ങളിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് NTPR സൊസൈറ്റി തയ്യാറാക്കുന്ന കോഫി ടേബിൾ ബുക്ക് നൽകും. ബസ്സുകളിലും ട്രെയിനുകളിലും പരസ്യം നൽകുന്നതിനും യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പക്ഷിപ്പനി വ്യാപനത്തെ സംബന്ധിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ജില്ലയുടെ വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തി. പക്ഷിപ്പനി വ്യാപനം പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ജില്ലയുടെ വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തി. ചേർത്തലയിലെ വിവിധ പ്രദേശങ്ങളിലാണ് സംഘം ആദ്യ സന്ദർശനം നടത്തിയത്. ചേർത്തല കൂടാതെ തണ്ണീർമുക്കം നഗരസഭയുടെ വിവിധ ഭാഗങ്ങൾ, ചെറുതന, ചെങ്ങന്നൂർ ഹാച്ചറി എന്നിവിടങ്ങളിലും സംഘത്തിന്റെ സന്ദർശനം നടന്നു. വ്യാപനമുണ്ടായ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ സംഘം ശേഖരിച്ചു. ഫാമുകൾ, പ്രദേശത്തിന്റെ പ്രത്യേകത, വെള്ളം തുടങ്ങിയ കാര്യങ്ങളാണ് സംഘം പഠനവിധേയമാക്കിയത്. വൈറസിന്റെ സ്വഭാവവും അത് പടരാനുള്ള സാഹചര്യങ്ങളും സംബന്ധിച്ച് സംഘം പഠനം നടത്തും. തുടർന്ന് തയ്യാറാക്കുന്ന റിപ്പോർട്ട് കേന്ദ്രം നിയോഗിച്ച വിദഗ്ധരുമായി ചർച്ച ചെയ്യും. സംസ്ഥാന തലത്തിൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് രൂപവൽക്കരിച്ച വിദഗ്ധ സംഘങ്ങളായ പൂക്കോട് വെറ്റിനറി കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ചിന്തു രവിശങ്കർ, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ P. രാജീവ്, ഡോക്ടർ S. അപർണ, വെറ്റിനറി സർജൻ സിയാഡ് പാലോട്ട്, ഡോക്ടർ ഹരീഷ്, വെറ്റിനറി സർജൻ ജില്ലാ ലാബ് തിരുവനന്തപുരം ഡോക്ടർ D. സഞ്ജയ് എന്നിവരടങ്ങുന്ന സംഘമാണ് ജില്ലയിൽ സന്ദർശനം നടത്തിയത്. ഇവർ തങ്ങളുടെ കണ്ടെത്തലുകൾ സംസ്ഥാന സർക്കാരിനെ ഉടൻ കൈമാറും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസുമായി കളക്ടറേറ്റിൽ വെച്ച് സംഘം ജില്ലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. പഞ്ചായത്തുകൾക്കും കർഷകർക്കുമുള്ള കോമ്പൻസേഷൻ, ജില്ലയിലെ പക്ഷിപ്പനിയുടെ നിയന്ത്രണം എന്നിവ സംബന്ധിച്ച് ജില്ലാ കളക്ടർ സംഘത്തോട് വിശദീകരിച്ചു. പട്ടികജാതി വിദ്യാർത്ഥികൾക്കായുള്ള ലാപ്ടോപ്പിന്റെ വിതരണം നടത്തി. ആലപ്പുഴ നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയത്. നഗരസഭാ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ അധ്യക്ഷ KK ജയമ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലാപ്ടോപ്പിന്റെ വിതരണം നടത്തി. നഗരസഭാ അങ്കണത്തിൽ സംഘടിപ്പിച്ച ലാപ്ടോപ്പ് വിതരണ ചടങ്ങ് നഗരസഭാ അധ്യക്ഷ KK ജയമ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിനമാണ്. കാരണം മുൻകാലങ്ങളിൽ SC വിഭാഗത്തിലെ കുട്ടികൾക്ക് ഇത്രയും ഉന്നതമായ വിദ്യാഭ്യാസം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസ രീതിയും വിദ്യാഭ്യാസ പരിഷ്കരണവും ഇതൊക്കെ തന്നെയായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെത്തട്ടിൽ നിന്നുള്ള ജനവിഭാഗത്തെ കൈപിടിച്ച് ഉയർത്തുന്നതിന് ആവശ്യമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഇത്തരത്തിലേറെ പൈസകൾ അല്ലെങ്കിൽ ഫണ്ടുകൾ താഴെത്തട്ടിലേക്ക് വിനിയോഗിക്കുമ്പോൾ SC വിഭാഗത്തിലെ കുട്ടികൾക്ക് ഇത്ര വിനിയോഗിക്കണം, അത് മാറ്റിവെക്കണമെന്ന് ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഫണ്ടുകൾ താഴെത്തട്ടിൽ പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റി തലത്തിലായാലും ഒക്കെ തന്നെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വാർഷിക പദ്ധതിയിൽ 32 ലക്ഷം രൂപ വകയിരുത്തി വാർഡുകളിൽ നിന്നും വാർഡ് സഭകളിലൂടെ അപേക്ഷകരായെത്തിയ 44 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ സൗജന്യമായി വിതരണം ചെയ്തത്. നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SC കൺവീനർ P. രതീഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, R. വിനീത, MR. പ്രേം, AS കവിത, കൗൺസിലർമാരായ ബീന രമേശ്, K. ബാബു, B. അജേഷ്, P. റഹിയാനത്ത്, ലിൻഡ ഫ്രാൻസിസ്, മനീഷ സജിൻ, പ്രജിത കണ്ണൻ, രമ്യ സുർജിത്ത്, പദ്ധതി നിർവഹണ ഓഫീസർ നസിയ, SC പ്രൊമോട്ടർമാരായ നീതു നീലാംബരൻ, അമലു S. ചന്ദ്രൻ, CV രശ്മി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ ഞാറ്റുവേല ചന്തയും കർഷക സദസ്സും സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ KK ജയമ ഉദ്ഘാടനം ചെയ്തു. സംഘടനകളുമായി ചർച്ച ചെയ്യാതെ അടിച്ചേൽപ്പിച്ച അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടറും ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കിയ തീരുമാനവും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ ശവക്കോട്ടപ്പാലം മുതൽ ബാപ്പു വൈദ്യർ ജംഗ്ഷൻ വരെ കനാൽക്കരയിൽ അപകടാവസ്ഥയിലുണ്ടായിരുന്ന വൃക്ഷങ്ങൾ മുറിച്ചു നീക്കി. ആലപ്പുഴ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് കനാലിന്റെ വടക്കേക്കരയിൽ KCB റെയിലിലേക്കും റോഡിലേക്കും ചാഞ്ഞു നിന്ന വൃക്ഷങ്ങൾ മുറിച്ചു നീക്കിയത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആലപ്പുഴയിലെ കനാലുകൾ ഇത്തവണ കളർഫുള്ളാകും. ഇതിനായി കനാലുകൾ വൃത്തിയാക്കി ദീപാലങ്കാരങ്ങൾ ഒരുക്കും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വള്ളംകളി പബ്ലിസിറ്റി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രചാരണത്തിന്റെ ഭാഗമായി ഇത്തവണ ഡബിൾ ഡെക്കർ ബസ്സും ആലപ്പുഴയിലെത്തും.
പക്ഷിപ്പനി വ്യാപനത്തെ സംബന്ധിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ജില്ലയുടെ വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തി. ചേർത്തലയിലെ വിവിധ പ്രദേശങ്ങളിലാണ് സംഘം ആദ്യ സന്ദർശനം നടത്തിയത്. പട്ടികജാതി വിദ്യാർത്ഥികൾക്കായുള്ള ലാപ്ടോപ്പിന്റെ വിതരണം നടത്തി. ആലപ്പുഴ നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയത്. നഗരസഭാ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ അധ്യക്ഷ KK ജയമ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.